ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏപ്രിൽ 3-ാം തീയതി 2026 നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നു. ദുഃഖവെള്ളി എന്ന് കേൾക്കുമ്പോൾ നമുക്കതിയായ സങ്കടമുണ്ട്. കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡകൾ സഹിച്ച് സ്വന്തം അമ്മയുടെ മുമ്പിൽ മരിച്ച ഒരു ദിവസമാണല്ലോ. എന്നാൽ അതേ സമയത്ത് കുരിശ് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ചിഹ്നമാണ്. കുരിശെന്ന് പറയുന്നത് ഒരു സിമ്പിളാണ് എന്നതുകൊണ്ടാണ് പറയുന്നത്. കുരിശ് ഒരു സമുദായത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ തന്നെ രക്ഷയുടെ അടയാളമാണ്. ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട്, സഹോദരന്മാരുടെ പുസ്തകം ക്രിസ്തുവിൻ്റെ കുരിശായിരുന്നെന്ന്. വീണ്ടും അദ്ദേഹം പറയുന്നു, ക്രൂശിത രൂപം തുറന്ന ഒരു ഗ്രന്ഥമാണ്. ആ തുറന്ന ഗ്രന്ഥം അക്ഷരാഭ്യാസമില്ലാത്തവർക്കും അക്ഷരജ്ഞാനമില്ലാത്തവർക്ക് പോലും വായിക്കാവുന്ന തുറന്ന പുസ്തകം. സെൻ്റ് അഗസ്റ്റിൻ പറയുന്നത്, കുരിശെന്ന് പറയുന്നത്, ഈശോയുടെ കുരിശുമരണമെന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രസംഗപീഠമാണെന്നാണ്. അവിടെ നിന്നുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഭൂലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന വചനം ഉദ്ധരിച്ച അവസരമാണ് ക്രൂശ് മരണം. അതുകൊണ്ട് ഈ ക്രൂശ് മരണം നമുക്കതിയായ ദുഃഖവും അതുപോലെ അതിനപ്പുറത്തേക്ക് കുരിശുരൂപം എന്ന പുസ്തകത്തെ ധ്യാനിക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്നു. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ മറികടക്കാൻ നമ്മുടെ കർത്താവ് എവിടെയോ ശിമയോനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ജീവിത വഴിയിൽ, ജീവിതയാത്രയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളിലേക്കല്ല, ചുറ്റുമുള്ളവരിലേക്ക് നമ്മൾ നോക്കണമെന്നും അവരെ സഹായിക്കാൻ തയ്യാറായിരിക്കണമെന്നും അവരുടെ സങ്കടങ്ങളിലും ആവശ്യങ്ങളിലും കാണാൻ തയ്യാറായിരിക്കണമെന്നും കുരിശ് നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, കുരിശ് നമ്മളെ പഠിപ്പിക്കുന്ന ആത്യന്തികമായ വിജയം, താൽക്കാലികമായിട്ടുള്ള ടെൻഷനും അതുപോലെ സ്ട്രെസ്സുമൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ട് കുരിശും ക്രൂശിതനിൽ വിശ്വസിക്കുന്നവർക്കും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച വലിയ പ്രതീക്ഷയുടെ, വലിയ ഒരു പുതിയ ജീവിത രീതിയുടെ സിമ്പിളായ കുരിശിനെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. കുരിശിൻ്റെ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശ്വസിയായിരിക്കും സ്തുതി. Oh